ഇത് 1998 ലാൽ ജോസ് സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ ഒരു മലയാളം കോമഡി ഡ്രാമ സിനിമയാണ്. ഈ സിനിമ ലാൽ ജോസിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം കൂടിയാണ്. മൈക്കിൾ, ഭാര്യ മേരി, മകൻ എന്നിവർ മറവത്തൂരിലെ ഒരു കൃഷിഭൂമി വാങ്ങുന്നു. എന്നാൽ ഈ സ്ഥലത്തിന്മേൽ കണ്ണുള്ള ഒരു ധനികനായ പാലനിസ്വാമി മൈക്കിളിനെയും കുടുംബത്തെയും അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു. ഇതിനായി പാലനിസ്വാമിയും അയാളുടെ അനന്തരവനായ മരുതുവും ചേർന്ന് ആ കൃഷിഭൂമിയിലെ ജലസ്രോതസ് അടച്ചുകളയുന്നു. വെള്ളമില്ലാതെ കൃഷി മുന്നോട്ടു കൊണ്ടുപോകാൻ മൈക്കിളിന് കഴിയാതെ വരുന്നു. മൈക്കിളിന്റെ ദുശീലങ്ങൾ, ചൂതാട്ടവും മദ്യപാനവും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. ഈ സാഹചര്യത്തിൽ മൈക്കിളിനെ സഹായിക്കാൻ അയാളുടെ സഹോദരൻ ചാണ്ടി മറവത്തൂരിലേക്ക് വരുന്നു. രാഷ്ട്രീയ പ്രവർത്തകനായ ചാണ്ടിയുടെ വരവ് പാലനിസ്വാമിയുടെ നീക്കങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു. ചാണ്ടിയുടെ സ്വാധീനമില്ലാതാക്കാൻ പാലനിസ്വാമി ചാണ്ടിയും മൈക്കിളിന്റെ ഭാര്യ മേരിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് വ്യാജപ്രചാരണം നടത്തുന്നു. ഈ കിംവദന്തികൾ വിശ്വസിച്ച് ഗ്രാമത്തിലുള്ളവർ അവരെ ഒറ്റപ്പെടുത്തുന്നു. ഒരു ദിവസം രാവിലെ ചാണ്ടിയും മേരിയും ഒളിച്ചോടിപ്പോയതായി വാർത്ത പരക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം മൈക്കിളിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി ചാണ്ടി തിരികെ വരുന്നു. തന്റെ അച്ഛന്റെ മരണത്തിന് കാരണം ചാണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന മൈക്കിളിന്റെ മകൻ ചാണ്ടിയോട് കോപത്തിലാണ്. എന്നാൽ ചാണ്ടി തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നു. അദ്ദേഹം മറവത്തൂർ വിട്ടുപോയത് തന്റെ രാഷ്ട്രീയ നേതാവിന്റെ മരണത്തെ തുടർന്നാണെന്ന് വ്യക്തമാക്കുന്നു. മൈക്കിൾ തനിക്ക് അയച്ച കത്തുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ ചാണ്ടി മൈക്കിളിന്റെ മകനെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ചൂതാട്ടത്തിൽ പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് മൈക്കിൾ തന്നെയാണ് തന്റെ ഭാര്യയുടെ മരണത്തിന് കാരണമായതെന്ന സത്യവും ഈ കത്തുകളിലൂടെ വെളിപ്പെടുന്നു. അവസാനം എല്ലാ ദുരൂഹതകളും നീങ്ങുകയും ചാണ്ടിക്ക് മറവത്തൂരിൽ സ്വന്തം ഇടം തിരികെ ലഭിക്കുകയും ചെയ്യുന്നു. ഈ സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനം എടുത്തു പറയേണ്ട ഒന്നാണ്. മമ്മൂട്ടിയുടെ ചാണ്ടി എന്ന കഥാപാത്രവും ബിജു മേനോന്റെ മൈക്കിളും ശ്രീനിവാസന്റെ മരുതുവുമെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. കുഞ്ഞുട്ടിച്ചായം പറഞ്ഞു നിന്നെ ഞാൻ ചതിച്ചു. അതെപ്പോഴാ, എങ്ങനാ, എവിടെ വെച്ചാ? എന്നെ ആരെങ്കിലും ചതിച്ചെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നർമ്മവും വൈകാരികതയും നിറഞ്ഞ രംഗങ്ങൾ ഈ നടന്മാർ വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു. ശ്രീനിവാസന്റെ തിരക്കഥയാണ് ഈ സിനിമയുടെ പ്രധാന ശക്തി. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കഥാസന്ദർഭങ്ങൾ, ശക്തമായ സംഭാഷണങ്ങൾ, കഥാഗതിയിൽ വരുന്ന ആകാംക്ഷ ജനിപ്പിക്കുന്ന വഴിത്തിരിവുകൾ എന്നിവ ഈ സിനിമയെ കൂടുതൽ ആകർഷകമാക്കുന്നു. ലാൽ ജോസിന്റെ ആദ്യ സിനിമയായിരുന്നിട്ടും ഒരു തുടക്കക്കാരന്റെ പാകപ്പിഴകളില്ലാതെയാണ് അദ്ദേഹം ഈ സിനിമയൊരുക്കിയത്. ഓരോ കഥാപാത്രത്തിന്റെയും സ്വഭാവം വളരെ കൃത്യമായി അവതരിപ്പിക്കാനും സിനിമയുടെ ഒഴുക്ക് നിലനിർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ സിനിമയിലെ നർമ്മം ഒട്ടും അതിരുകടന്നതല്ല. സ്വാഭാവികമായ തമാശകളിലൂടെയാണ് പല രംഗങ്ങളും മുന്നോട്ടു പോകുന്നത്. ശ്രീനിവാസനും കലാഭവൻ മണിയും ചേർന്ന് അവതരിപ്പിച്ച കോമഡി രംഗങ്ങൾ പ്രേക്ഷകരെ ചിരിപ്പിച്ചു. ചുരുക്കത്തിൽ നല്ല കഥയും തിരക്കഥയും മികച്ച അഭിനേതാക്കളും ലളിതമായ സംവിധാനവും ഒത്തുചേർന്ന ഒരു സിനിമയാണ് ഒരു മറവത്തൂർ കനവ്.